السلام عليكم. بسم الله، الحمد لله، الصلاة والسلام عليك يا سيدي يا رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. തങ്ങളുടെ പരാമർശം തന്നെ നാം ഉയർത്തിയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയുന്നതിന് അള്ളാഹു വളരെ ഉയർന്ന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഖുർആനിലുള്ളത്. അങ്ങനെ നമ്മുടെ ഈ റബീഉൽ അവ്വൽ മാസം വന്നത് മുതൽ ഓരോ ദിവസവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള ഓരോ ചെറു പ്രസംഗങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റഫഅനാ ലക ദിക്റക്കയുടെ ഓരോ പ്രവർത്തന രൂപമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റിയുള്ള പരാമർശം, അതിന് അല്ലാഹു തആല ഉയർന്ന സ്ഥാനം നൽകിയെങ്കിൽ നമുക്കൊക്കെ അതിലൊന്ന് പങ്കുചേരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഇമാമിയങ്ങൾ കുറേ ബൈത്തുകൾ കാവ്യരചന നടത്തിയിട്ടുണ്ട്. സഹാബത്തിൻ്റെ കാലത്ത് തന്നെ നബിനെ പുകഴ്ത്താൻ വേണ്ടി പള്ളിയിൽ സ്റ്റേജ് വെച്ച് കൊടുത്ത് കസാലിട്ട് കൊടുത്ത് നബിനെ ആക്ഷേപിക്കുന്ന മുശ്രിക്കീങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ടൊക്കെ നിയമിക്കപ്പെട്ട ആളുണ്ടായിരുന്നു. പ്രമുഖനാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്നാൽ പിൽക്കാലത്ത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ബൂസൂരി ഇമാം. ബൂസൂരി ഇമാമിൻ്റെ പ്രസിദ്ധമായ രണ്ട് കവിതകൾ, ഒന്ന് ബുർദ, രണ്ട് ഹംസിയ. ഹംസിയ എന്ന് പറയാൻ കാരണം ആ ബൈത്തിൻ്റെ എല്ലാ അവസാനം പ്രാസം ഹംസ കൊണ്ടാണ്. കൈഫാത്തർക്കാറു കയ്യാക്കല്ലാംബിയാഉ യസമ അമ്മ തവലത് ആസമാഉ ലകദാത്തുൽ ഉലൂമി മിൻ ആലമിൽ ഗൈബി വമിൻ ആലി ആദമൽ ആസമാഉ ورأته خديجة والتقى والزهد فيه سجية والحياء. ഇങ്ങനെ ഹംസ കൊണ്ട് അവസാനിപ്പിക്കുന്ന നീണ്ട മദ്ഹ് ഗാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ ശൈശവം, യൗവനം, കൗമാരം, നുബുവത്ത്, കുടുംബം, യുദ്ധം, ജീവിതചര്യ. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധകാലത്തെ നബീൻ്റെ പ്രവർത്തനം കേട്ടോ, നബി യുദ്ധം ചെയ്യുന്നതല്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചരിത്രമായ ക്രമപ്രകാരം വിവരിച്ചതാണ് ഹംസിയ. അതിനോട് സമമായ മറ്റൊന്നാണ് ബുർദ. ആ ബുർദ മുഴുവൻ നമുക്ക് പരിചയമില്ലെങ്കിലും ബുർദയിലെ അവസാന ഭാഗം നമുക്ക് ചൊല്ലാറുണ്ട്. നമ്മുടെ സലാത്ത് മജ്ലിസിലും അതേപോലെ മറ്റ് സുന്നി സംഘടനകളൊക്കെ അവരെ മൗലൂദിലും ഒക്കെ ചെല്ലുന്ന ബുർദയുടെ അവസാന ഭാഗമുണ്ട്. ആ അവസാന ഭാഗം നമുക്കിന്ന് അർത്ഥസഹിതം മനസ്സിലാക്കാം. ബുർദയുടെ അവസാനത്തെ കുറച്ച് ഭാഗം, ബുർദനെ ചിലർ 10 ഭാഗമായി ഓരി വച്ചിട്ടുണ്ട്. ഒന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയോടുള്ള ഹുബ്ബ് ബൂസൂരി ഇമാം മറച്ച് വെച്ചിട്ട് അതിങ്ങോട്ട് പുറത്തേക്ക് തേളി വന്ന ചരിത്രം. കൈഫ തുൻകിറുഹും ബഅദ മാ ശഹിദത് ബിഹി അലൈക ഉദൂലുദ്ദമി വസ്സഖമി. കണ്ണീരും രോഗം എന്നീ രണ്ട് സാക്ഷികൾ സാക്ഷി നിന്നതിൻ്റെ ശേഷം ഈ ഹുബിനെങ്ങനെ മറച്ചു വെക്കാൻ കഴിയുമോ, എങ്ങനെ നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള അതൊരു ഭാഗമാണ്. ഇങ്ങനെ 10 ഭാഗമുണ്ട്. അതിൽ അവസാനത്തതാണ്
നബിയോട് താഴ്മയോടുകൂടെ സങ്കടപ്പെട്ട് കുറേ അപേക്ഷകളും അഭ്യർത്ഥനകളും നടത്തുന്ന ഭാഗമുണ്ട്. അതാണ് നാം സാധാരണ ചെല്ലുന്ന യാ അക്രമ. യാ അക്രമൽ ഖൽഖി മാലി മൻ അലുദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി വലൻ യളിക റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തജല്ല ബിസ്മി മുൻതഖിമി ഫഇന്ന മിൻ ജൂദിക അദ്ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി എന്നിങ്ങനെ തുടങ്ങിയിട്ട് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. ഇതുവരെയുള്ള 13 വരി. ഈ വരിയാണ് നമുക്ക് ഇന്ന് ഒന്ന് ഏകദേശം അതിൻ്റെ ആശയത്തോടു കൂടെ ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് എപ്പോഴും ഇത് ചെല്ലുമ്പോൾ ഒക്കെ അതൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉണർത്തുന്നു. ബുസൂരിമാമ് ആണ് ഇതിൻ്റെ രചയിതാവ്. നേരത്തെ പറഞ്ഞല്ല, ബൂസുരിമാമിന് വാദം പിടിച്ച് കുഴഞ്ഞ് കിടപ്പിലായി. അതിൻ്റെ മുമ്പ് തന്നെ ആരോഗ്യകാലത്ത് തന്നെ ബൈത്തും ഭാവിയും മധുവൊക്കെ മൂപ്പരെ ഉള്ളിലുള്ളതാണ്. ഈ നേരത്തെ മൂപ്പര് നേർച്ചയൊക്കെയാണ് നബിൻ്റെ മധുഹി കിടപ്പിൽ കടന്നാണ് ചെല്ലണം. അങ്ങനെ ഈ വാദം കഴിഞ്ഞ് എണീക്കാൻ വയ്യാതെ കിടക്കുന്ന അവസരത്തിലാണ് ഈ മധുഹ് ചൊല്ലിയത്. ഇത് കാവ്യമായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ദിവസം ഇടയിൽ സ്തംഭിച്ചു. ഇനി എന്താണ് വാക്കി ചെല്ലേണ്ടത് എന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന അന്ന് കണ്ട് ഉറങ്ങി. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് ആ അരവെയ്ത്ത് ബാക്കി പറഞ്ഞു കൊടുത്തു. അങ്ങനെ നബിക്ക് ആ രോഗം സുഖമായി. അക്കാരണത്താൽ ഈ ബൈത്തിന് ബുർദ രോഗശമനം എന്നും പേരുണ്ട്. ബുർദ എന്നാണ് സാധാരണ അറിയപ്പെടുക. ബുർദ എന്ന വാക്കിനർത്ഥം പുതപ്പ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് വന്നിരുന്നു എന്നോ എന്തൊക്കെ കാരണം കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ബുർദ എന്ന എഴുത്ത്, ബുർദ എന്ന് യഥാർത്ഥ പേര്, അതിലുള്ള അവസാന ഭാഗമാണിത്. ഈ ബുർദ രചിക്കാനുള്ള കാരണം അങ്ങനെയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് കൂടുതലായിട്ട് മനസ്സുള്ള ആൾക്ക് അതിങ്ങനെ പറഞ്ഞ് തീർക്കേണ്ടി വരും. ആ പ്രകടനമാണിത്. ബുസൂരിമാമ് ഈ ആക്രമൻ്റെ മുമ്പുള്ള 3 വരിയും കൂടി ഞാൻ സന്ദർഭോചിതമായി ഉണർത്തുന്നു. വമുൻദു അൽസംതു അഫ്കാരി മദഇഹഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി വലൻ യഫൂതൽ ഗിനാ മിന്നു യദൻ തരിബത് ഇന്നല്ലയാ യുംബിതുൽ അസ്ഹാറ ഫിൽ അകമി വലം മുരിദ് സഹ്റത്തദ് ദുനിയ അല്ലതി ഖതഫത് യദാസു ഐലിം ബിമാ അസ്നാല ഹരിമി. ഈ 3 ബൈത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ആക്രമയിലേക്ക് കിടക്കാം. ആ 3 ബൈത്തിൽ പറഞ്ഞത് എന്താണെന്നാണ്, എൻ്റെ ചിന്ത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിലേക്ക് ഞാൻ തിരിച്ചുവിടുകയും അക്കാര്യത്തിൽ ഞാൻ മുറുക്കി പിടിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും എൻ്റെ സർവ്വരക്ഷക്കും നബി തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് ഒരു ബൈത്ത്. മുൻദു അൽസംതു അഫ്കാരി മദാഇഹഹു, എൻ്റെ ചിന്തകളെ നാം നബിയുടെ മദ്ഹിലേക്ക് തിരിച്ചുവിട്ട് അത് നിർബന്ധിച്ചപ്പോൾ വജത്തുഹു, നബി തങ്ങളെ ഞാൻ എത്തിച്ചു, ലി ഖലാസി, എൻ്റെ രക്ഷ ഖൈറ മുൽതസിം, നന്നായി ഏറ്റെടുത്ത ആളായിട്ട് എത്തിച്ചു. എൻ്റെ രക്ഷ പൂർണ്ണമായി ഏറ്റെടുത്തു. നിന്നെ ഞാൻ രക്ഷിച്ചോളാം, നിൻ്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നബി തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു നല്ല ഉത്തമനായ മുൽതസിമായി ഞാൻ എത്തിച്ചു. ഈ ബെയ്ത്ത് രചിക്കാനും അത് ചെല്ലാനും തുടങ്ങിയത് മുതൽ അതിൻ്റെ എല്ലാ കാര്യം എൻ്റെ രക്ഷക്കും നബി തങ്ങൾ ബാധ്യത ഏറ്റെടുത്തു എന്നാണ് അപ്പോൾ പറഞ്ഞത്. പിന്നത്തെ 2ാമത്തെ വരി, വലഞ്ഞഫൂത്തൽ ഗിന മിന്നു യദൻ തരിബത് ഇന്നല്ലയാ യുംബിതുൽ അസ്ഹാറ ഫിൽ അകമി. വലഞ്ഞഫൂത്തൽ ഗിന, ഐശ്വര്യം നഷ്ടപ്പെടുകയില്ല, മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഐശ്വര്യം
സമ്പത്തും ധർമ്മം നഷ്ടപ്പെടുകയില്ല. യദൻ ഒരു കയ്യിന്, തരിബത്ത് മണ്ണടിഞ്ഞ ഒറ്റ നിലംപരിശായ പാപ്പരനായ ഒരു കയ്യിന് ഏതൊരാൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിന നഷ്ടപ്പെടുകയില്ല. കാരണം ഇന്നൽ ഹയാ യുംബിത്തുൽ അസ്ഹാറ ഫിൽ അഖമി, ചാറ്റൽ മഴയും ഉയർന്ന കുന്നുകളിൽ പൂവ് മുളപ്പിക്കും. ചാറ്റൽ മഴ കിട്ടിയാൽ മതി. പാടത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് കൃഷിക്ക്, ചാറ്റൽ മഴ കൊണ്ടായാലും കുന്നിലൊക്കെ പൂവ് മുളക്കും. അതേപോലെ ഏത് മണ്ണടിഞ്ഞ കയ്യായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ആ ഹിന ആർക്കും നഷ്ടപ്പെടുകയില്ല. ഏതൊര പാപ്പരനായാലും നബിയിൽ നിന്നുള്ള ഗുണങ്ങളും ധർമ്മങ്ങളും ഔദാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അനുഭവിച്ചവർക്ക് അറിയാം അത്. വലം ഉരിദ് സഹറത ദുനിയ അല്ലതി തഖഫത് യദാ സുഹൈരിൻ ബിമാതനാലാരിമി. ഹരിമ ബിൻ സിനാനി എന്ന് പറഞ്ഞ ഒരു നാട്ടുരാജാവുണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്ത്. അദ്ദേഹത്തിൻ്റെ കവിയാണ് സുഹൈർ. പറഞ്ഞത് ആ സബീമുല്ലക്ക എന്ന് പറഞ്ഞ സാഹിത്യങ്ങൾ അംഗീകരിക്കപ്പെട്ട് കാവ്യത്തിൽ 7 കെട്ടിത്തൂക്കിയിരുന്നു. അതിൽ ഒന്നാണ് സുഹൈറിൻ്റെ കവിത. ആ സുഹൈർ അന്നത്തെ നാട്ടുമൂപ്പന് വേണ്ടി മദഹ് ആലപിച്ച് ഉണ്ടാക്കിയ കാവ്യങ്ങൾക്കൊക്കെ ഹരിമ ബിൻ സിനാൻ സമ്മാനം കൊടുത്തു. അപ്പോൾ ഒരു പാട്ടുണ്ടാക്കി കൊടുത്ത സമ്മാനം. അങ്ങനെ സാഹിത്യം കൊണ്ട് ജീവിച്ച ആളാണ് സുഹൈർ. ആ സുഹൈർ സമ്പാദിച്ചു നേടിയ മാതിരിയുള്ള നേട്ടം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദുന്യാവിൻ്റെ ആഡംബരങ്ങളൊന്നും ഞാൻ ലക്ഷ്യം വെക്കുന്നില്ല. സുഹൈർ ഹരിമ ബിൻ സിനാനെ പുകഴ്ത്തി പറഞ്ഞിട്ട് കിട്ടിയ കാര്യലാഭം പോലത്തെ കാര്യലാഭം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലം മുരീദ് സഹറത്ത ദുന്യാവിൻ്റെ ആഡംബരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലത്തി ഇഖ്തഫത്ത് യദാ സുഹൈറിൻ്റെ കൈകൾ നേടിയതായ ആ ആഡംബരം. ബിമാഥനാല ഹരിമിനെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ട് കിട്ടിയ ആ നേട്ടം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ആദ്യം ബുസൂരിമാൻ പറഞ്ഞിട്ടാണ് പിന്നെ യാ അക്രമ തുടങ്ങുന്നത്. അപ്പോൾ യാ അക്രമൻ്റെ മുന്നിലുള്ള 3 വരിയാണ് ഇപ്പോൾ പാടിയത്. വെറുതെ മുഴുവൻ പാടിയിട്ടില്ല, പറയാൻ സാധിക്കില്ല, മാസങ്ങളോളം വേണ്ടി വരും. എന്നിട്ട് പറയാണ് ബൂസൂരി ഇമാം, യാ അക്രമൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉദാരമതിയും മാന്യനും മഹാനുമായ നിബിതങ്ങളെ, മാലി എനിക്കില്ല, മൻ അലൂദ് ബിഹി എനിക്കൊരു അഭയസ്ഥാനമായിട്ട് ശിവാക്ക തങ്ങളല്ലാതെ, ഇന്ദ ഹുലൂലിൽ ഹാദിസുൽ അമിമി വ്യാപകമായ വിപത്ത് നാശനഷ്ടങ്ങൾ ഒന്ന് ഭവിക്കുമ്പോൾ അഭയം തേടാൻ തങ്ങളല്ലാതെ, സൃഷ്ടികളിൽ മാന്യരായ തങ്ങളല്ലാതെ ഇല്ല. അപ്പോൾ വ്യാപകമായ ഭവിഷ്യത്തുകളും നാശങ്ങളും എന്തെങ്കിലും വിപത്തുകൾ വരുമ്പോൾ അഭയം തേടാനുള്ളത് തങ്ങളോടാണ്. സഹാബത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ നബി തങ്ങളെ മുന്നിൽ വെച്ചിട്ട് നബിനോടാണ് കാര്യം ഉണർത്തൽ. നേരെ ചെന്ന് അള്ളാഹിനോട് ചേർക്കല്ല ചെയ്ത്. ഞങ്ങൾക്ക് ക്ഷാമം വന്നപ്പോഴും നബിനോടാവെന്ന് പറഞ്ഞത്. ഇന്നേ രോഗം വന്നാലും നബിനോട് എന്ന് പറയും. അതാണ് സഹാബത്തിൻ്റെ മാതൃക. ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പോൾ തുനിയുന്നില്ല. അപ്പോൾ ബൂസൂരിമാൻ പറയാണ്, നബിയേ, അക്രമി ഖൽഖായ നബിയേ, തങ്ങളല്ലാതെ അഭയം തേടാൻ വേറെ ഈ ലോകത്ത് ആരുമില്ല, സൃഷ്ടികളെ കൂട്ടത്തിലില്ല. യാ അക്രമൽ ഖൽഖ് എന്ന സൃഷ്ടികളിൽ വെച്ച് അക്രമായ ഉദാരമതിയായ നബിയേ, മാലി എനിക്കില്ല, മൻ ആരും, അലൂദു ബിഹി അഭയം തേടാൻ പറ്റിയ ആരും ശിവാക്ക തങ്ങളല്ലാതെ ഇല്ല. ഇന്ദൽ ഹുലൂലിൽ ഹാദിസുൽ അമിനി വ്യാപകമായ വിപത്തുകൾ ഇറങ്ങുന്ന അവസരത്തിൽ വലൻ യലീഖ റസൂലല്ലാഹി ജാഹു കബി ഈദൽ കരീമു തജല്ലാ ബിസ്മി മുൻതഖിമി. തങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള സ്ഥാനവും മാനവും അതിൽ എന്നും കൂടിയും ഉൾക്കൊള്ളിക്കാനുള്ള വിശാലമായ മാനമാണ് തങ്ങൾക്കുള്ളത്. തങ്ങളുടെ മേൽമയും സ്ഥാനവും എന്നെ ഉൾക്കൊള്ളിക്കാത്ത അത്ര ഇടുങ്ങിയതല്ല. എപ്പോൾ കരീമായ അള്ളാഹു മുൻതഖീം എന്നുള്ള പേരിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അള്ളാഹു കരീമാണ്, ധർമ്മിഷ്ഠനാണ്, മാന്യനാണ്, മാപ്പ് കൊടുക്കുന്നവനാണ്, കരുണാനിധിയാണ്. എന്നാലും അള്ളാഹു തആലക്ക് മുൻതഖീം എന്നൊരു സിഫത്തുണ്ട്. ശിക്ഷ പ്രതികാര വിധി എടുക്കുന്ന ആൾ.
അള്ളാഹു തആലക്ക് അധികമായി തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കും. അത് അള്ളാഹിൻ്റെ നീതിയാണ്. അതിന് പേര് മുന്തഖിം എന്നാണ്. അങ്ങനെ മുന്തഖിം എന്ന പേരിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കരീമായ അള്ളാഹിൻ്റെ മുന്നിൽ തങ്ങൾക്കുള്ള സ്ഥാനത്തിൽ എന്നെ ഉൾക്കൊള്ളിക്കണം. തങ്ങളുടെ ജാഹ് എന്നെ ഉൾക്കൊള്ളിക്കാൻ വികസിച്ചതാണ്, ഇടുങ്ങിയതല്ല. വലൻ യദ്ലിക ഇടുങ്ങുകയില്ല. റസൂലല്ലാഹ് അള്ളാഹിൻ്റെ ദൂതരെ ജാഹുക തങ്ങളുടെ മേൽമയും സ്ഥാനവും ബി എന്നെക്കൊണ്ട് ഇടുങ്ങൂല. തങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആ സ്ഥാനം എന്നും കൂടി ഉൾക്കൊള്ളിച്ചാൽ അത് ഉൾക്കൊള്ളാതിരിക്കൂല. അത് അതിൻ്റെ ഉള്ളിൽ കൊള്ളും. അത്ര വിശാലമാണ് തങ്ങളുടെ മേൽമ. ഇതൽ കരീമു തജല്ല മാന്യനായ അള്ളാഹു പ്രത്യക്ഷപ്പെടുമ്പോൾ ബിസ്മി മുന്തഖിം, മുന്തഖിം എന്ന പേരിൽ ശിക്ഷ എടുക്കുന്ന ആളെന്ന ആ പേരിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് അള്ളാഹു മഹ്ശറിൽ വെച്ച് കോപിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തും തങ്ങളുടെ മേൽമ അള്ളാഹിൻ്റെ മുന്നിൽ വിലപ്പോകും. ആ മേൽമയിൽ എന്നെ ഉൾക്കൊള്ളിക്കണം. അത് വിശാലമാണല്ലോ നബിയെ, അത്ര ഇടുക്കമല്ലല്ലോ. فإن من جودك الدنيا وذرتها ومن علومك علم اللوح والقلم. തങ്ങളുടെയും ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഈ ദുന്യാവും അതിൻ്റെ നേരെ വിപരീതമായ പരലോകം. ഭൗതിക ലോകവും പാരത്രിക ലോകവും രണ്ടും തങ്ങളുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഫഇന്ന മിൻ ജൂദിക ദുന്യാവ ദർറത, ദുന്യാവും അതിൻ്റെ വിപരീതമായ ദർറത്ത് എന്ന സഹകളത്ര എന്നാണ്. ഭർത്താവിന് 2 ഭാര്യമാരുണ്ടായ ഒന്നിൻ്റെ പേര് ദർറത്ത് എന്നാണ്, സഹകളത്ര. അതും സഹകളത്ര ഇവള് അവളുടെ സഹകളത്ര. അപ്പോൾ ദുന്യാവ് ഒരു ഭാഗത്തും ആഖിറ മറ്റേ ഭാഗത്തും വെച്ച രണ്ടും സഹകളത്രകളാണ്. അങ്ങനെ ദുന്യാവും അതിൻ്റെ ശത്രുവും നർത്ഥം. ഇരുലോകവും പരലോകവും ഇത് രണ്ടും നബിയെ തങ്ങളുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. നബി തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കൂല, സ്വർഗം ഉണ്ടാവില്ല, നരകം ഉണ്ടാവില്ല, ദുന്യാവും ഇല്ല, ആഖിറും ഇല്ല എന്ന് ഹദീസുണ്ടല്ലോ. പിന്നെ ആ അർത്ഥം സൂരിമാമ തന്നെ ഇതിൻ്റെ മുമ്പ് ഒരു തുടി പറഞ്ഞിട്ടുണ്ട്. ലൗലാഹുലം ദുഹ്റജി ദുന്യാ മിനൽ അദമി, തങ്ങൾ ഉണ്ടാവൂലായിരുന്നെങ്കിൽ ദുന്യാവിനെ അദമിൽ നിന്ന് ഉണ്മയിലേക്ക് പുറപ്പെടുവിക്കൂലായിരുന്നു എന്നുണ്ട്. അപ്പോൾ അതന്നെ ഈ പറഞ്ഞതും. ഇന്ന മിൻ ജൂദിക ദുന്യാവ് ദർറത്ത, ഇഹലോകം പരലോകം തങ്ങളുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലം, ലൗഹി കലമിൻ്റെ ഇൽമുകളൊക്കെ തങ്ങളെ ഇൽമിൽ പെട്ടതാണ്. അള്ളാഹു ആദ്യം പഠിച്ചത് പേനയോട് എഴുതാൻ പറഞ്ഞു. പേനയോട് എഴുതി. എന്താ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ലോകത്ത് നടക്കാൻ പോകുന്ന സർവ്വ എഴുതണം എന്ന് പറഞ്ഞു. അള്ളാഹു ഓർഡർ കൊടുത്ത് പേനയോട് എഴുതി. ആ എഴുതിയ റെക്കോർഡുകളാണ് ലൗഹ്. ആ ലൗഹും ആ കലമും ഒക്കെ തങ്ങളുടെ ഇൽമിൽ ഭാഗമാണ്. ലൗഹി വൽ കലമി, തങ്ങളുടെ ഇൽമിൻ്റെ ഭാഗമാണ് ലൗഹും കലമും. എഴുതാനുള്ള പേന, എഴുതിയ പലക, ബോർഡ്, അതൊക്കെ മിൻ ഉലൂമിക തങ്ങളെ ഇൽമിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മാന്യനായ നബിയെ തങ്ങളുടെ വിശാലതയും മനസ്സും തങ്ങളുടെ സ്ഥാനവും അള്ളാഹുവിൽ അത്രത്തോളം ഉള്ളത് കൊണ്ട് എന്നെ ആ ധർമ്മത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ദുന്യാവും ആഖിറൊക്കെ വിശാലമായ ആ ജൂതിൽപ്പെട്ടതാണല്ലോ. യാ നഫ്സി ലാ തഖ്നതി മിൻ ജല്ലത്തിൻ അലുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്രാനി കല്ലമമി. യാ നഫ്സി എന്ന് പറയാം, യാ നഫ്സു എന്ന് പറയാം. നഹ്വിൻ്റെ നിയമം അനുസരിച്ച് രണ്ടിനും ന്യായം പറയാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നഫ്സേ, സ്വന്തം ശരീരത്തെ വിളിച്ചു വരാ, തടിയേ നീ നിരാശനാവരുത്. പാളിച്ച വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും. കാരണം അള്ളാഹുവിൻ്റെ പൊറുക്കൽ എന്ന അതിൻ്റെ സൈഡിൽ ഇത് വെച്ചാൽ ഇത് നിസ്സാരമാണ്. അപ്പോൾ വൻദോഷം എന്നല്ല, ചെറുദോഷമായാലും പൊറുക്കുക എന്നതിൻ്റെ അരികിൽ വെച്ചാൽ ഇതൊക്കെ വളരെ നിസ്സാരമാണ്. അപ്പോൾ വൻദോഷമായാലും ചെറുദോഷമായാലും പൊറുക്കുന്ന കാര്യത്തിലൊക്കെ സമമാണ് എന്നാണ് അപ്പോൾ വസൂരി ഇമാമിൻ്റെ കണ്ടെത്തൽ. ആ നഫ്സിലാ തഖ്നതി, നഫ്സേ നീ ആശമുറിയണ്ട, മിൻസല്ലത്തിൻ തെറ്റുപറ്റിയതിനാൽ, അളുമത്ത് മഹത്തായ തെറ്റുപറ്റിയതിനാൽ, വൻ തെറ്റുകുറ്റങ്ങൾ നിനക്ക് സംഭവിച്ചാലും നിരാശനാവേണ്ട. ഇന്നൽ കബായിറ വൻ കുറ്റങ്ങൾ ഫിൽ ഗുഫ്രാനി പൊറുക്കുന്ന കാര്യത്തിൽ കല്ലമം ചെറുദോഷം പോലെ തന്നെയാണ്. ചെറുദോഷം പൊറുക്കാൻ സാധിക്കുന്ന അള്ളാഹ്ക്ക് വൻദോഷം പൊറുക്കാൻ കഴിയും.
അതുകൊണ്ട് നിരാശനാവണ്ട, ഞാൻ ചെയ്ത തെറ്റ് വലുതാണല്ലോ എന്ന് പറഞ്ഞ് നിരാശനാവണ്ട. നഫ്സെ സ്വന്തം തടീനെ വിളിച്ചിട്ട് പറയുകയാണ്, നിരാശനാവണ്ട, ആശിച്ചു കൊണ്ടിരുന്നു, അള്ളാഹിൻ്റെ റഹ്മത്ത് വിശാലമാണ്. ആ ആശനെ പ്രോത്സാഹിപ്പിക്കാനുള്ളത് കാരണം ഇനി പറയുന്നത്, ലഅല്ല റഹ്മത്ത റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ നിസ്യാനി ഫിൽ ഖിസമി. റബ്ബിൻ്റെ റഹ്മത്ത് അത് തെറ്റുകുറ്റത്തിൻ്റെ കണക്ക് കണ്ട് വീതിക്കുന്നതായേക്കുമയ എന്ന് പ്രതീക്ഷിക്കാം. അതായത് വലിയ തെറ്റുകാർക്ക് വലിയ റഹ്മത്ത്, ചെറിയ തെറ്റുകാർക്ക് ചെറിയ റഹ്മത്ത്. ലഅല്ല റഹ്മത്ത റബ്ബി ഹീന യഖ്സിമുഹ, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് അതിനെ വീതിക്കുന്ന അവസരത്തിൽ തേത്തി ആ വിഹിതം വന്നേക്കാം. അല അസബിൽ ഇസ്വാനി, കുറ്റങ്ങളുടെ കണക്കനുസരിച്ച്, ഫിൽ കിസ്മി ഓഹരിയിൽ. അപ്പോൾ തെറ്റുകുറ്റങ്ങളുടെ കണക്കനുസരിച്ച് ഓഹരി വെക്കുമ്പോൾ റബ്ബിൻ്റെ റഹ്മത്ത് ആ വലിയ ഓഹരി കണക്ക് അതിൻ്റെ മഞ്ഞ അതൊന്ന് കുറച്ചുകൊണ്ട് പോന്നാൽ പിന്നെ ചുവപ്പ്, പിന്നെ ഒരുവിധം നിവൃത്തിയൊക്കെ ഉള്ളവർക്ക് നീല, അല്ല മുതലാളിമാർക്ക് വെള്ള. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യം ആയിരിക്കാം ഈ മുന്നോക്കക്കാർ എന്ന് പറഞ്ഞാൽ, അതായത് റേഷൻ കാർഡിൽ മുൻഗണന. അതേപോലെ ഭൂസൂരിമാമ്പ് ഇപ്പോൾ അവിടെ കണ്ടെത്തിയത് ദോഷത്തിൻ്റെ കണക്കനുസരിച്ച് റഹ്മത്ത് വീതിച്ചേക്കും. അതുകൊണ്ട് നിരാശനാവേണ്ട, വലിയ തെറ്റുകാർക്ക് വലിയ റഹ്മത്തിൻ്റെ വീതം കിട്ടിയേക്കും. നഫ്സേ നീ നിരാശനാവേണ്ട. ലഅല്ല റഹ്മത്ത് റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഹസ്ബിൽ നിസ്യാൻ. റബ്ബിൻ്റെ റഹ്മത്ത് ദോഷത്തിൻ്റെ കണക്കനുസരിച്ച് വന്നതായിരിക്കും ഓഹരിവെക്കുമ്പോൾ. അതുകൊണ്ട് നഫ്സേ നീ നിരാശനാവരുത് കേട്ടോ. മുഅ്മിനായ മനുഷ്യന് അള്ളാഹിൻ്റെ ആശയിൽ നിന്ന് ആശ മുറിയാൻ പാടില്ല, നിരാശനാകാൻ പാടില്ല. അവൻ തെറ്റാ. മൻ യഖ്നതു റബ്ബി ലാ യഖ്നതു മിർ റഹ്മത്തി റബ്ബി ഇല്ലൽ ഖൗമുൽ ഖാസിറൂന്നുണ്ട്. നഷ്ടപ്പെട്ടവരല്ലാതെ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശനാവില്ല എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ എപ്പോഴും ഏത് മുഅ്മിനും എത്ര ദോഷികളായാലും നിരാശനാവരുത്, ആശ വെക്കണം. യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുൻകിസിൻ ലദൈക വജ്അൽ ഹിസാബി ഗൈറ മുൻഖരിമീ. പിന്നത്തെ അപേക്ഷ അള്ളാഹിനോടാ, എൻ്റെ റബ്ബേ ഞാൻ നിന്നിൽ ആശിച്ച ആശ നേരെ കുത്തനാക്കരുത്, തലമറിഞ്ഞതാക്കരുത്. ദോഷത്തിൻ്റെ കണക്കനുസരിച്ച് റഹ്മത്ത് വീതിക്കുമ്പോൾ വലിയ ദോഷികൾ വലിയ റഹ്മത്ത് കിട്ടുമെന്ന് ആ ആശ കുത്തനാക്കരുത് റബ്ബേ. യാ റബ്ബി എൻ്റെ റബ്ബേ വജ്അൽ റജാഇ എൻ്റെ പ്രതീക്ഷ നീ ആക്കണേ, വൈറ മുന്നക്സി നേരുള്ളതാക്കണേ, തല കുത്തന അല്ലാതെ ആക്കണേ. വജ്അൽ റജാഇ ഗൈറ മുന്നക്കിസ് എൻ്റെ പ്രതീക്ഷ തലകുത്തന ആവരുതേ, അക്സ് അല്ലാത്തതാവണേ, നേരക്കുന്നതാവണേ. ലദൈക നിൻ്റെ അടുക്കൽ, വജ്അൽ ഹിസാബി ഗൈറ മുൻഖരിം എൻ്റെ കണക്ക് തെറ്റുന്നതാക്കരുത്. നിൻ്റെ അക്കൽ നിന്നുള്ള റഹ്മത്തിൻ്റെ വീതം കിട്ടുന്ന ആശിക്കുന്ന കൂട്ടത്തിൽ ആ കണക്കൊന്നും തെറ്റല്ല റബ്ബേ. ഞാൻ പ്രതീക്ഷിക്കുന്ന കണക്ക് ആ കണക്ക് പോലെ തന്നെ ആകണേ, എൻ്റെ കണക്ക് തെറ്റരുത്. വജ്അൽ ഹിസാബി ഗൈറ മുൻഖരിം എൻ്റെ കണക്കിനെ തകർക്കരുത് എന്ന് പറഞ്ഞു. കണക്കെന്താ? റഹ്മത്ത് ദോഷത്തിൻ്റെ കണക്കനുസരിച്ച് കിട്ടുക എന്നുള്ളതാണ്. വലിയ ദോഷക്കാർക്ക് വലിയ റഹ്മത്ത് എന്നുള്ള അത് തെറ്റരുത് റബ്ബേ എന്നാണ് പറഞ്ഞത്. അതൊക്കെ വലിയ വലിയ മഹാന്മാർ അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുള്ള താഴ്മയോടുകൂടിയുള്ള ദുആയാണ്. അങ്ങനെയൊക്കെയാണ് ദ്വാരിക്കേണ്ടത്. വൽതുഫ് ബി അബ്ദിക ഫിദ്ദാറൈനി ഇന്ന ലഹു സബ്റൻ മതാ തദ്ഉൽ അഹ്വാലു യന്നസിമി. നിൻ്റെ ഈ പാപി അടിമക്ക് നീ ദയ ചെയ്യണേ, ദയ കാണിക്കണേ. ആ പാപിയായ ഈ വിനീതനായ ഈ അടിമ ക്ഷമ കുറഞ്ഞവനാണ്. അവൻ്റെ ക്ഷമ എന്തെങ്കിലും പേടിപ്പിക്കുന്ന രംഗങ്ങൾക്ക് വന്നാൽ പേടിച്ചു ഓടുന്ന ക്ഷമയേ ഉള്ളൂ, ഉറച്ചിക്കാനുള്ള ധൈര്യം ഇല്ല, അങ്ങനത്തെ ക്ഷമ ഇല്ല. അപ്പോൾ ഉള്ള ക്ഷമ എത്രയേ ഉള്ളൂ? പേടിക്കുന്ന രംഗം കണ്ടാൽ ഓടിപ്പോകുന്ന ക്ഷമയേ ഉള്ളൂ. അതുകൊണ്ട്
ദയ കാണിക്കണേ, പേടിപ്പിക്കരുത്. വൽത്തുഫ്, നീ ദയ ചെയ്യണേ. ബി അബ്ദിക്ക, നിൻ്റെ ഈ പാവം അടിമയെക്കൊണ്ട്. ഫിദ്ദാറേനി, ഇരു ലോകത്തും, ദുന്യാവിലും ആഖിറത്തിലും അടിമയോട് ദയ കാണിക്കണേ. ഇന്നലഹു, അവനിക്കുണ്ട് സബറൻ, ക്ഷമ ഉണ്ട്. എത്ര? മതാദുൽ അഹ്വാൽ, ഭീകരരങ്ങൾ വന്നു വിളിച്ചാൽ എന്നസിം, പിന്തിരിഞ്ഞോടും. ക്ഷമ പിന്തിരിഞ്ഞോടും, ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ ഇല്ല. മതാദുൽ അഹ്വാൽ, ഭീകര അവസ്ഥകൾ വിളിച്ചാൽ എന്നസിം, പിന്തിരിഞ്ഞു ഓടുന്നതായ ക്ഷമയാണുള്ളത്. അതുകൊണ്ട് ആ അടിമനോട് ദയ കാണിക്കണേ അല്ലാഹുവേ എന്നാണ് പറയുന്നത്. നമ്മളെ ക്ഷമയൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ. ക്ഷമ ഉഷറും ധൈര്യമൊക്കെ എത്ര ഉള്ളൂ? രംഗം വരുവോളം. രംഗം എന്നാൽ എല്ലാവരും ക്ഷമയും കഴിയും. ധൈര്യം ഉഷറൊക്കെ ചോർന്നു പോകും. പിന്നെ പേടിച്ച് വെപ്രാളത്തിൽപ്പെട്ട് ഓടലായി എവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഇപ്പോൾ ഊസുരിമാം എടുത്ത് തുറന്നു പറഞ്ഞത്. ഇന്നലോ സബറൻ, ക്ഷമ ഉണ്ട്. ക്ഷമ ഏതാ? മതാദുൽ അഹ്വാലു യൻഹസിം, ഭീകരാവസ്ഥകളും പേടിപ്പിക്കുന്ന രംഗങ്ങളും വന്നാൽ പിന്തിരിഞ്ഞോടുന്ന ക്ഷമ ഉള്ളൂ. അതുകൊണ്ട് ദയ കാണിക്കണേ, പേടിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇതല്ലി സുഹബി സലാത്തിൻ മിൻക ദായിമത്തിൻ അലൻ നബിയ്യി ബിമുന്നല്ലിൻ വമുൻസജിമി. നബിയുടെ മേൽ സലാത്ത് ചെല്ലാനുള്ള പ്രയോഗമാണിത്. ഊസുരിമാമിൻ്റെ സാഹിത്യം കലർന്ന പ്രയോഗം. സലാത്തിനെ ഒരു മഴ ആയിട്ടും ആ സലാത്ത് വർഷിക്കുന്നതിനെ പേമാരിയായിട്ടും സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ദുആ. സലാത്ത് എന്ന മേഘത്തിൻ്റെ നബിത്തങ്ങളെ മേലിൽ സദാ പേമാരിയായി വർഷിക്കാൻ സമ്മതം കൊടുക്കണേ റബ്ബേ എന്ന് ദ്വാരിക്കുന്നുണ്ട്. ഇതൻ, നീ സമ്മതം കൊടുക്കണേ. ഈ സുഹബി സലാത്തിൻ, സലാത്ത് എന്ന മേഘങ്ങൾക്ക്, മീങ്ക, നിൻ്റെ അക്കൽ നിന്ന്, ദായിമത്തിൻ, നിത്യമായ മേഘങ്ങൾക്ക്, ബി മുൻഹല്ലിൻ, കുത്തിച്ചെറിയാനും, ഓ മുൻസജിമി, തുടരെ പെയ്യാനും. ചൊരിയാനും, അതായത് പേമാരിയായിട്ട്, ഓ മുൻസജിമി എന്നാൽ തുടർച്ചയായിട്ട് പെയ്യാനും. അപ്പോൾ സലാത്ത് എന്നുള്ള ആ മേഘങ്ങൾക്ക് കുത്തി പെയ്യാനും കോരിച്ചൊരിയാനും നിരന്തരം ചൊരിയാനുമുള്ള സമ്മതം കൊടുക്കണേ. തങ്ങൾക്ക് സലാത്ത് വർഷിക്കണേ എന്നാണ് ഇപ്പോൾ ആ വാക്കിനെ ചുരുക്കം. അതിനൊരു മേഘവും മഴയും പെയ്യലൊക്കെ ആക്കി തീർത്തുന്നുള്ളൂ. അപ്പോൾ സുഹബ് എന്ന് പറഞ്ഞത് മേഘം എന്നാണ്, മുന്നല്ലാണ് കുത്തി ചൊരിയാന്നാണ്, മുൻസജിമ് പറഞ്ഞാൽ നിരന്തരം വർഷിക്കുക എന്നാണ്. ആ വാക്കെല്ലാം കൂടി സലാത്ത് എന്നൊരു വാക്കുകൊണ്ടെന്ന ഉദ്ദേശം മനസ്സിലായി. വദൻലി സുഹബി സലാത്തിൻ മിൻക ദായിമത്തിൻ അലൻ നബിയ്യി, നിൻ്റെ പക്കൽ നിന്നുള്ള സലാത്ത് നബിക്ക് വർഷിക്കണേ എന്നാ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. വല്ലാലി വസ്സഹബി സുമ്മത്താബീന ലഹും അഹ്ലിത്തുഖാ വന്നഖാ വൽ ഹിൽമി വൽ കറമി. നബിൻ്റെ കുടുംബ അനുയായികൾക്കും അവരോട് പിൻപറ്റിയവർക്കും തഖ്വൻ്റെയും ശുദ്ധിയുടെയും ആൾക്കാരായ താബീങ്ങൾക്കും ഇൽമി കറമിൻ്റെയും ആൾക്കാരായ സഹാബത്ത് താബീങ്ങൾക്കും ഈ സലാത്ത് വർഷിക്കട്ടെ. വൽ ആലി, കുടുംബങ്ങൾക്കും. കുടുംബം എന്ന് പറഞ്ഞാൽ നബിയുടെ വല്യപ്പ ആശിമ്, സഹോദരൻ മുത്തലിബ്, അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മൂമിനീങ്ങൾക്ക് മാത്രമേ ആലു എന്ന് പറയുള്ളൂ. ആശിം മുത്തലിബിലെ സന്താന പരമ്പരയിലെ മൂമിനികൾ. സന്താന പരമ്പരയിൽ മൂമിനല്ലാത്തവർക്ക് ആലു എന്ന് പറയില്ല. ഇപ്പോൾ അബൂ താലിബും അബൂ ലഹബും നബിൻ്റെ മൂത്താപ്പയാണ്, ആലിൽ പെടൂല. ഹംസ, അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ ആലിൽ പെടും. എളാപ്പാരൊക്കെ ആലിൽ പെട്ടത് മൂമിനായത് കൊണ്ടാണ്. മൂത്താപ്പാർ ആലിൽ പെടാത്തത് മൂമിൻ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആല് എന്ന് പറഞ്ഞാൽ നബി കൊണ്ടുവന്ന പ്രസ്ഥാനത്തിനെ അനുകൂലിക്കുന്നവരെ ആലായിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പോൾ എല്ലാലി, കുടുംബത്തിനും, സഹിബി, അനുയായികൾക്കും. അനുയായി പറഞ്ഞാൽ നബിനെ കൊണ്ട് വിശ്വസിച്ച് നബിൻ്റെ സഹസിലൊന്ന് ഒത്തുകൂടിയാൽ സാഹിബായി അവർക്കും, താബീനലഹും അവരോട് പിൻപറ്റിയവർക്കും, അഹ്ലിത്തുഖാ വന്നഖാ തഖ്വൻ്റെയും ശുദ്ധിൻ്റെയും ആൾക്കാരായ, വൽ ഹിൽമി വൽ കറമി ഹിൽമിൻ്റെയും കറമിൻ്റെ ആൾക്കാരായ സഹാബത്ത് താബീങ്ങൾക്കും സലാത്ത് സദാ വർഷിക്കട്ടെ. സുമ്മരിൽ നബി ബക്രി വഅൻഉമരി വഅൻഅലി വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ദല്ലത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ നാശിരിൽ കറമി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ വാക്കിലൂടെ 10 ആൾക്ക് സ്വർഗവാർത്ത അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അസ്റത്തുൽ മുബശ്ശിരീൻ, 4 ഖലീഫമാർ,
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. പിന്നെ സയ്യിദ് സുബൈർ, തൊല്ലത്ത്, അബൂ അബ്ദുറഹ്മാൻ, ജുബൈർ, ഇവരെ ഒക്കെ കൂടിയിട്ട് അവർക്കൊക്കെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്ന്. അപ്പം ഉമരിൻ, അള്ളാഹിൻ്റെ തൃപ്തി അബൂബക്കർ, ഉമർ എന്നിവർക്കുണ്ടാവട്ടെ. വാൻ അലിയും വാൻ അലി ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ ഇവർക്കും. സയ്യിദിൻ സുബൈരിൻ തല്ലത്തിൻ അബി ഉബൈദ അബിനിയാഫ്. സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് എന്നവരും, പിന്നെ സയ്യിദ് പിന്നെ ജയ്ദ് ഇവർക്കും. സുബൈർ ബിയുടെ കുടുംബാണ്, സുബൈർ എന്നിവർക്കും. അബി തൊല്ലത്ത എന്നിവർക്കും. പിന്നെ ബിനിയാഫ്, അബ്ദുറഹ്മാൻ ബിനിയാഫ്, ഇവർ ആശിരുൽ കറം, മാന്യരായ 10ാമത്തെ അബ്ദുറഹ്മാൻ ബിനിയാഫ്, ഇവർക്കൊക്കെ അള്ളാഹുവേ നിൻ്റെ അക്കൽ നിന്നുള്ള തൃപ്തി ഉണ്ടാവട്ടെ. അതിൻ്റെ അടിയിൽ ഒരു വൈത്ത് വിട്ടുപോയി എന്നാണ് തോന്നുന്നുണ്ട്, സാരല്ല. എല്ലാ കാലത്തും ലോകാവസാനം വരെ എന്നുള്ള അതിനെ വർണ്ണിക്കൽ ഇങ്ങനെ. മാറന്നഹത്ത് ഇളക്കി മറിക്കുന്ന കാലത്തൊക്കെ, അദബാത്തിൽ ബാനി അൽബാനി എന്ന മരത്തിൻ്റെ കൊമ്പുകളെ, റീഹുസബ കിഴക്കൻ കാറ്റ്, കിഴക്കുന്നടിക്കുന്ന കാറ്റ് അൽബാൻ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഇളക്കി മറിക്കുന്ന കാലത്തൊക്കെ എന്താവട്ടെ, സലാത്ത് നബിക്കും കുടുംബത്തിനും വർഷിക്കട്ടെ. അത്രബൽ ഈസ ഹാദിൽ ഈസ് ബിൻ നഗമി, ഒട്ടകത്തിനെ തൊളിക്കുന്ന ആൾ ഒട്ടകത്തിനെ മൂളക്കം പാട്ട് പാടിയിട്ട് തൊളിച്ച് നടത്തുന്ന കാലത്തൊക്കെയും, ഒട്ടകങ്ങളെ തൊളിക്കുമ്പോൾ ഒട്ടകത്തിനിങ്ങനെ പാട്ട് കേട്ടാൽ ഒരു ആനന്ദമാണ്. അപ്പോൾ എന്തെങ്കിലും പാട്ട് പാടിയിട്ട് ഒട്ടകത്തെ തൊളിക്കും. അപ്പോൾ അങ്ങനെ തൊളിക്കുന്ന കാലത്തൊക്കെയും സലാത്തുണ്ടാവട്ടെ. അത്രബൽ ഈസ, ചുവപ്പ് കലർന്ന ഒട്ടകത്തിനെ ആനന്ദത്തിലാക്കുന്ന കാലത്തും, ഹാദിൽ ഈസി, ഒട്ടകത്തിനെ തൊളിക്കുന്നവൻ, ബിന്നാമി മുളിപ്പാട്ട് കൊണ്ട്, പാട്ടുകൊണ്ട് തൊളിക്കുന്ന ആൾ ഒട്ടകത്തിന് ആനന്ദം കൊള്ളിക്കുന്ന കാലത്തൊക്കെയും സലാത്തും സലാമും ഉണ്ടാവട്ടെ. അത്രബൽ ഈസ, ചുവപ്പ് കലർന്ന ഒട്ടകത്തിനെ തൊറബിലാക്കുന്ന കാലത്തും, ഹാദിൽ ഈസി, തൊളിക്കുന്നവൻ, ബിന്നാമി പാട്ടുകൊണ്ട് ആനന്ദത്തിലാക്കുന്ന കാലത്തും, പിന്നെ കേക്കൻ കാറ്റ് അൽബാൻ മരത്തിൻ്റെ കൊമ്പുകളെ ഇളക്കുന്ന കാലത്തൊക്കെയും സലാത്തും സലാമും ഉണ്ടാവട്ടെ. പിന്നെ ആണ് സുമ്മരില്ലാ നബി 10 അശ്റത്തുൽ മുബശ്ശിരീങ്ങൾക്കുള്ള റിളാൻ്റെ റിളാ ഉണ്ടാവട്ടെ എന്നുള്ളത് കാര്യം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. യാ റബ്ബി, എൻ്റെ റബ്ബേ, രക്ഷിതാവേ, ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ, മുസ്തഫായ നബിനെ കൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ നീ എത്തിച്ചേരണേ, നിറവേറ്റിത്തരണേ. ഞങ്ങളുടെ പല ലക്ഷ്യങ്ങളും പലർക്കുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അവരവർക്കേ അറിയുള്ളൂ. എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ അടുത്തുള്ളവർക്ക് അറിയില്ല, എൻ്റെ കുടുംബക്കാർക്ക് മുഴുവൻ അറിഞ്ഞുകൊള്ളുന്നില്ല. അങ്ങനെ നമുക്കൊക്കെ ഉണ്ടാവും ഉദ്ദേശം. അതൊക്കെ എത്തിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവസാനമായി നബിനെ മുന്നിൽ ആക്കിയിട്ടാണ് വിചാരിക്കുന്നത്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ, മുസ്തഫായ നബിനെ കൊണ്ട് ഞങ്ങളെ മഖ്സൂദുകൾ എത്തിച്ചു തരണേ. വഗ്ഫിർ ലനാ മാ മളാ, കഴിഞ്ഞതൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ. മാ മളാ എന്നാ ബേത്തിന് വേണ്ടി മാ മളാ എന്ന് പറയും. വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി, കർമ്മ വിശാലമായ, വിശാലമായ ധർമ്മമുള്ളവനെ, ഞങ്ങൾ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണമേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി, കർമ്മ വിശാലമായവനെ, ഞങ്ങൾ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ ഞങ്ങൾക്ക് തെറ്റുകളൊക്കെ പൊറുക്കണേ. മുസ്തഫ നബിനെ കൊണ്ട് ഞങ്ങളെ എല്ലാ ഉദ്ദേശം നിറവേറ്റിത്തരണേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. ഇന്ന് ഒരു പരിപാടിയും കൂടി ലക്ഷ്യം വെച്ചിരുന്നു, ഇന്ന് സമയമില്ല. നമുക്ക് ബദറുബേത്തിൻ്റെ അവസാനത്തെ തവസ്സൽനാ ബിസ്മില്ലാഹിൻ്റെ അർത്ഥം കൂടി ഒരു ദിവസം പറയാൻ ഞാൻ കരുതിയതായിരുന്നു. സമയം വളരെ ചുരുങ്ങിയത് കൊണ്ടും നിങ്ങൾക്കൊക്കെ മടുപ്പ് വരുന്നത് കൊണ്ടും ഇന്ന് ഞാൻ നിർത്തി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
നബിനെ സ്നേഹിക്കാനും നബിനെ പുകഴ്ത്താനും നബിനോടുള്ള ഹബ്ബ് വെക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ട്. നബിനോടുള്ള ഹബ്ബ് ഇത് കാരണമായി അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അവസാന നബിയുടെ ഷഫാഅത്തിലും നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.